ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കിവിടെ ഒരു ബാസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളർ സാറ്റിൻ ക്ലോത്താണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അളവ് നോക്കി കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ലേസ് കൂടെ പിടിപ്പിച്ച് കൊടുക്കണം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് ലേസ് ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കൈ കൊണ്ടാണ് തയ്ച്ച് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഈ ബാസ്ക്കറ്റിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റോട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം, ഇളകി പോകാത്ത രീതിയിൽ. ഈ ബാസ്ക്കറ്റ് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് മാരേജിന് ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ മന്ത്രകോടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റാണ്. അപ്പോൾ അത് ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നാൽ നന്നായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ വർക്ക് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മനോജങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി എനിക്ക് തന്ന ഓർഡറുകളാണ്. കുറേ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ബാസ്ക്കറ്റിൻ്റെ കേസ് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കങ്ങളെ, ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്തു തരാമെന്ന്. അങ്ങനെ അവരത് സമ്മതിച്ച് ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ഈ ബാസ്ക്കറ്റിൻ്റെ അകവശം വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പുറത്ത് ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിനൊരു ലേസ് മേടിച്ചിട്ടുണ്ട്. നല്ല എന്തോ പറയുക, ടെസൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ല ലേസാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റോട് നമുക്ക് ഈ ലേസ് ഒന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാമേ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. കാരണം താഴോട്ടുള്ള ടെസൽസ് ഒക്കെ ഇങ്ങനെ തൂങ്ങി ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് കാണാൻ ഭംഗി. പിന്നെ ഒരു കാര്യം സത്യം പറയട്ടെ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ ആയിട്ടും ഇതുപോലെ സാരിയുടെ ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും ഇങ്ങനെ ബാസ്ക്കറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് എൻ്റെ മാക്സിമം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലേസിനുണ്ടല്ലോ, ലേസിന് ബീഡ്സോ വേറെ ഒരു ഡെക്കറേഷൻസും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കതിങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് പേൾസും കൂടെ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഫ്രഷ് പൂക്കളാണ് എടുത്തേക്കുന്നത് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കാരണം അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്ലാസ്റ്റിക് പൂക്കളൊന്നും വേണ്ട, എല്ലാവർക്കും ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് തന്നെ വേണമെന്ന്. അപ്പോൾ ഞാൻ കുറേ റെഫറൻസ് ഒക്കെ നോക്കി, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കി. പക്ഷേ ഫ്രഷ് പൂക്കൾ ഉപയോഗിച്ച് ആരും ബാസ്ക്കറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടില്ല, ഒരു വീഡിയോയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ശരി, എൻ്റെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഗാർണേഷൻ പൂ, ഒരു 4-5 പൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിപ്സം പൂക്കളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വലിയ തണ്ടുള്ള ഒരു ഗാർണേഷൻ എടുത്തിട്ട് അതിൻ്റെ ചുറ്റോടും ഇങ്ങനെ ജിപ്സം ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചോ കെട്ടിയോ എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാം. ഓരോ ബഞ്ചായിട്ട് ജിപ്സം ഇതുപോലെ എടുത്തിട്ട് അതിന് നമ്മുടെ ഈ ഗാർണേഷൻ്റെ തണ്ടിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ തണ്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം ജിപ്സം പൂക്കൾ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബാസ്ക്കറ്റിൻ്റെ പിടിയിലോട്ട് ഞാനൊന്ന് കെട്ടി വെക്കുകയാണ്. അതായത് സാധാരണ ത്രെഡ് വെച്ച് ഞാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാർണേഷൻ പൂക്കളാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ പൂക്കൾക്ക് വെയിറ്റ് ഒക്കെ ഉള്ളത് കാരണം ഒട്ടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് കാരണം ഞാൻ നൂല് സൂചി ഉപയോഗിച്ച് ആ ബാസ്ക്കറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഉള്ളത്. ഈ കാർണേഷൻ പൂവിൻ്റെ 2 സൈഡിലായിട്ടും ഒരു വലിയ ബഞ്ച് തന്നെ ഞാൻ ജിപ്സം പൂക്കൾ അവിടെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എക്സസ് ആയിട്ട് നിൽക്കുന്ന, തള്ളി നിൽക്കുന്നതൊക്കെ ജിപ്സം പൂവിൻ്റെ മുട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പണി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.